നമസ്കാരം. വി ഡി ബിൻഡോയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വഖഫ് നിയമം മൂലം പ്രതിസന്ധി അനുഭവിക്കുന്ന മനുഷ്യർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ്. ആദ്യം കേരളത്തിൽ ഉയർന്നു കേട്ടത് എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് 610 മത്സ്യബന്ധന തൊഴിലാളികളായ കുടുംബാംഗങ്ങൾക്ക് കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് കിട്ടിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് തളിപ്പറമ്പിൽ 600 ഏക്കറും വയനാട് ജില്ലയിലെ തലപ്പുഴയിൽ 557 ഏക്കറും ആ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന കുടുംബങ്ങൾക്കും കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് കിട്ടിയിരിക്കുന്നു എന്നാണ് പിന്നീട് നാം കേട്ടത്. ഇപ്പോൾ കേൾക്കുന്നു ചാവക്കാട് 100 കണക്കിന് കുടുംബാംഗങ്ങൾക്ക് കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ആർക്കൊക്കെ നോട്ടീസ് കിട്ടാനുണ്ട് എന്ന ചോദ്യത്തിന് മുമ്പിൽ ഇന്ന് ഞാൻ നാളെ നീ എന്ന് മാത്രമേ നമുക്കതിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. ഞാൻ ഈ ചൂണ്ടിക്കാണിച്ച മുനമ്പമോ അല്ലെങ്കിൽ തളിപ്പറമ്പോ വയനാടോ ചാവക്കാടോ മാത്രമല്ല, ഏകദേശം 23 സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ഈ സ്ഥലങ്ങളൊന്നും ആരും കയ്യേറിയ സ്ഥലങ്ങളല്ല, എല്ലാവരും കാശ് കൊടുത്ത് വാങ്ങിയ സ്ഥലങ്ങളാണ്. ഇതിൽ സാധാരണക്കാരായ മനുഷ്യരുണ്ട് എന്നതൊരു വസ്തുതയാണ്. അവർക്കാണ് നീതിബോധമില്ലാതെ ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആ നോട്ടീസ് കൈപ്പറ്റിയ പാവപ്പെട്ട ജനതയാണ് നീതിക്ക് വേണ്ടി നിലവിളിക്കുന്നത് എന്നതാണ് വസ്തുത. വഖഫ് ഭൂമി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തി ദൈവത്തിന് വേണ്ടി നൽകുന്ന സ്ഥലം, അത് വാക്കാൽ പറഞ്ഞാലും മതി എന്ന നിയമം. ഈ നിയമത്തിന് പ്രസക്തി ഉണ്ടായിരിക്കുന്നത് പ്രസ്തുത ഭൂമി വഖഫിന് നൽകിയിട്ടുണ്ടോ എന്ന് ഏത് ഡോക്യുമെന്റ് നോക്കിയിട്ടാണ് പരിശോധിക്കുക? പൊസിഷൻ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ മതിയാകുമോ? ആധാരം നോക്കിയാൽ മതിയാകുമോ? കരം കെട്ടിയ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ മതിയാകുമോ? നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് നോക്കിയാൽ മതിയാകുമോ? ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ മതിയാകുമോ? ഇതൊന്നും മതിയാകില്ല. പിന്നെ ഏത് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണ് ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ ആര് എന്ന് തീരുമാനിക്കുക? ഇവിടെയാണ് നിയമപ്രശ്നം എന്ന് നാം പറയുന്നത്. 1995 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അമെൻമെന്റിനെ മറപിടിച്ചുകൊണ്ട് ആരുടെയൊക്കെയോ കണ്ണീരൊപ്പാൻ എന്ന പേരിൽ 1993 കേരള സർക്കാർ നിയമസഭയിൽ പുതിയൊരു നിയമം കൊണ്ടുവന്നു. കാശ്മീരിൽ പാസാക്കിയ ഒരു മതസമൂഹത്തിന് മാത്രം ആനുകൂല്യങ്ങൾ കിട്ടുന്ന ആർട്ടിക്കിൾ 370 പോലെ ഒരു നിയമം. ആ നിയമത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ വഖഫ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 1995 കൊണ്ടുവന്ന നിയമത്തെ ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടി മോദി സർക്കാർ, ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ പുതിയൊരു നിയമം പാസാക്കാൻ ശ്രമിക്കുകയുണ്ടായി. ആ നിയമം പാസാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ കേരളത്തിലെ UDF-ഉം LDF-ഉം ഒരുപോലെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയിട്ട് മുനമ്പം ഉൾപ്പെടെ പ്രയാസം അനുഭവിക്കുന്ന ജനതകളോട് ഞങ്ങൾ ഐക്യപ്പെടുന്നു എന്ന് പ്രഖ്യാപിക്കുക, അതൊരു കണ്ണുകളോടെയുള്ള നേതാക്കളുടെ പ്രഖ്യാപനങ്ങളാണ്. ആ പ്രഖ്യാപനങ്ങൾ ഇവിടുത്തെ ജനസമൂഹം തിരിച്ചറിയണം എന്നും കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ ഘട്ടം ആഗ്രഹിക്കുകയാണ്. മോദി സർക്കാർ CAA നിയമം കൊണ്ടുവന്നിട്ട് ഈ കേരളത്തിൽ നിന്ന് ഒരാൾക്ക് പോലും കുടിയിറങ്ങിപ്പോകേണ്ടി വന്നില്ല, ഒരു മുസ്ലിമിന് കുടിയിറങ്ങിപ്പോകേണ്ടി വന്നിട്ടില്ല. എന്നാൽ വഖഫ് നിയമം മൂലം ഈ ഭൂമിയിൽ ഇന്നോളം ജീവിച്ചിരുന്ന പ്രദേശങ്ങളിൽ നിന്ന് മറ്റ് ജനങ്ങൾ പലായനം ചെയ്യേണ്ടി വരും എന്ന ഭീഷണി നിലനിൽക്കുമ്പോൾ ആ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഞാൻ എൻ്റെ പ്രസ്ഥാനവും ആഗ്രഹിക്കുകയാണ്.